ഹൈ ഓൾ ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ കീബോർഡുകളെ കുറിച്ചാണ്, അവയിലുള്ള പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ഈ പറഞ്ഞ പോലെ MS ഓഫീസും അതിനുള്ളിൽ തന്നെയുള്ള വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഷോർട്ട് കട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ ആയിട്ട് വിൻഡോസിലൊക്കെ ഉള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ചില ഷോർട്ട് കട്ടുകളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ കീബോർഡ് എന്താണ്? കീബോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലേ, നമ്മളും കമ്പ്യൂട്ടറുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് പറയുന്നത് കീബോർഡ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. QWERTY കീബോർഡ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ് QWERTY കീബോർഡ് എന്നതിന് പേര് വന്നത്? ഇതിന്റെ കീ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആ കീ നോക്കിക്കഴിഞ്ഞാൽ QWERTY എന്നുള്ള രീതിയിലാണ് അതിന്റെ ആ ഒരു കീസ് ഇങ്ങനെ പോകുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് QWERTY കീബോർഡ് എന്ന് പറയുന്നത്. ABCD അല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? നമ്മുടെ കീബോർഡ് യൂണിവേഴ്സൽ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കീബോർഡുകളൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ വരാൻ കാരണം നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് ടൈപ്പ് റൈറ്ററിലായിരുന്നു. ആദ്യം കണ്ടുപിടിക്കപ്പെട്ടത് ടൈപ്പ് റൈറ്റർ ആണ്. ടൈപ്പ് റൈറ്ററിന്റെ പ്രത്യേക മെക്കാനിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ രീതിക്കായിരുന്നു. അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് വരുന്നത് അറേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു രീതിക്കായിരുന്നു. അത് മെക്കാനിക്കൽ കമ്പോണന്റ് ആണ് അതിനുള്ളിലുള്ളതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് റൈറ്റിംഗ് തുടർന്ന് അതിനുശേഷമാണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടറുകളിലേക്കും കീബോർഡുകളിലേക്കൊക്കെ വന്നത്. അതുകൊണ്ടാണ് ആ ഒരു കീബോർഡ് അല്ലെങ്കിൽ ടൈപ്പിംഗ് പാറ്റേൺ മാറ്റാത്തത്. കാരണം അത് പഠിച്ചവർക്ക്, ഇപ്പൊ കീബോർഡ് കീയിൽ നല്ല സ്പീഡുള്ള ആളുകൾക്ക് രണ്ട് കൈ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെ? ശരിക്കും ചിലർക്ക് അറിയത്ത് പോലും ഇല്ലെന്ന് തോന്നല്ലേ. നമ്മൾ രണ്ട് കൈ വെച്ചാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ചിലർ ഇങ്ങനെയൊക്കെ കീബോർഡ് ടൈപ്പ് ചെയ്തതാണ്. അങ്ങനെയല്ല, രണ്ട് കൈ വെച്ചിട്ട് 5 വിരലുകളും 10 വിരലുകളും ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്പീഡ് നിലനിർത്താൻ വേണ്ടി, അപ്പൊ ടൈപ്പ് റൈറ്ററിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ആദ്യ കാലത്തൊക്കെ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചവർ തന്നെയായിരുന്നു ഡേറ്റ എൻട്രിക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്കുള്ള സ്പീഡിന് വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ കീബോർഡ് ഈ രീതിക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതാണ് ഒരു കീബോർഡിന്റെ ലേ ഔട്ട്. ഇതിനകത്ത് കുറെ കീകളുണ്ട്, അല്ലെ? ഈ പറഞ്ഞ എന്താണ്, സെന്ററിൽ നമുക്കറിയാം നമ്മുടെ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ട്. ABCD എല്ലാ ആൽഫബറ്റ്സും ഉണ്ട്. ദെൻ ന്യൂമറിക്സ് ഉണ്ട്. അതിന് ആൽഫ ന്യൂമറിക് കീസ് എന്നാ പറയാ. രണ്ടോടെ ചേർത്ത് 1 to 10 വരെ ഉണ്ട്. 1 to 9 വരെ ഉണ്ട്. 0 ഉണ്ട്. 0 to 9 വരെ ഉണ്ട്. ദെൻ ക്യാപ്സ് ലോക്ക്, ഷിഫ്റ്റ്, കൺട്രോള്, വിൻഡോസിന്റെ ഒരു കീ അല്ലെങ്കിൽ ഹോം കീ, ഓൾട്ട്, സ്പേസ് ബാർ. ഈ സെന്ററിലുള്ള നീളത്തിലുള്ള കീ എന്താണ്? സ്പേസ് ബാർ ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വലിയ കീബോർഡുകൾ, ലാപ്ടോപ്പിൽ നിന്ന് കീബോർഡുകൾ ഒരുപക്ഷെ ഈ സൈഡിലുള്ള കീബോർഡ് ഉണ്ടാവണമെന്നില്ല. നമ്പർ പാഡ് വീണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മേളില് ഫംഗ്ഷൻ കീസ് കുറെ ഉണ്ട്, എസ്കേപ്പ് കീസ് കുറെ ഉണ്ട്, അല്ലെ? ബാക്ക് സ്പേസ് കീ ഉണ്ട്, ഡിലീറ്റ് കീ ഉണ്ട്, ഈ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺ കീ ഉണ്ട്, പേജ് അപ്പ്, പേജ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കീകൾ ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി കീബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ദ കമ്പ്യൂട്ടർ കീബോർഡ് ഈസ് one of the most important input device which lets users type text and enter commands and data on the മോണിറ്റർ സ്ക്രീൻ. അപ്പോൾ മോണിറ്ററിലേക്ക് കമാൻഡ് കൊടുക്കാനും ഡേറ്റ എൻ്റർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഇന്റർഫേസ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ഗിവിംഗ് യൂസേഴ്സ് എ വേ ടു കണക്ട് വിത്ത് ദ സിസ്റ്റം. In the 1860s, the idea for a device that looked like a typewriter and had a QWERTY key arrangement was developed. അപ്പോൾ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്ററിലുള്ള ഈ ഒരു കീബോർഡും, ഇത് കമ്പ്യൂട്ടർ അല്ല, ടൈപ്പ് റൈറ്ററിലുള്ള ആ ഒരു കീബോർഡ് QWERTY ടൈപ്പ് കീബോർഡ് ഡെവലപ്പ് ചെയ്ത് വന്നത് 1860s 1860-കളിലാണ്, 1860-കളിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. With features like backlit keys, programmable keys and improved ergonomic designs, keyboard keep up with advances technology. അതായത് പുതിയ ടെക്നോളജി അനുസരിച്ച് കീബോർഡുകളും ഒരുപാട് മാറിയിട്ട് ഇപ്പൊ ചുരുട്ടിയൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്ന കീബോർഡുകളുണ്ട്. അത് നമ്മൾ കാണും, അല്ലെ? അങ്ങനെയുള്ള കീബോർഡുകളുണ്ട്. അപ്പോൾ അത്തരം കീബോർഡുകൾ, ഈ സൈഡിൽ നിന്ന് ലൈറ്റ് ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കീബോർഡുകൾ, ബാക്ക്ലിറ്റുള്ള കീബോർഡുകൾ, അങ്ങനെ കീബോർഡുകളുടെ ഡിസൈൻ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ടെക്നോളജി അഡ്വാൻസ് ചെയ്യും തോറും, അല്ലെ? ഇപ്പം വയർലെസ് കീബോർഡാണ് എല്ലായിടത്തും ഉള്ളത്. വയർഡ് കണക്ഷന്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരം കീബോർഡുകൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ ആദ്യ കാലത്തെ കീബോർഡുകളിൽ നിന്ന്. ഇനി പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്തൊക്കെയാണ്? കീബോർഡിലെ പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആൽഫ ന്യൂമറിക് കീസ്. അതെന്താണ് ആൽഫ ന്യൂമറിക് കീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ആൽഫബറ്റും നമ്പേഴ്സും ഉള്ള കീസ്. അത് ഫണ്ടമെന്റൽ കീസ് യൂസ് ടു എൻ്റർ ടെക്സ്റ്റ് റെപ്രസെന്റിങ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ലെറ്റേഴ്സും നമ്പേഴ്സും അടങ്ങിയ കീസിനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്, നമുക്കറിയാം. ദെൻ ഫംഗ്ഷൻ കീസ്. എത്ര ഫംഗ്ഷൻ കീകളുണ്ട്? F12 വരെ ഉണ്ട്. F1 തൊട്ട് F12 വരെയുണ്ട്. അവയുടെ ഫംഗ്ഷൻ എന്താണ്? They perform a variety of tasks, frequently acting as ഷോർട്ട് കട്ട്സ് ഫോർ കമാൻഡ്സ് ഓർ പർട്ടിക്കുലർ. അപ്പോൾ എന്തിൻ്റെയെങ്കിലുമൊക്കെ ഷോർട്ട് കട്ടുകളായിട്ടായിരിക്കും ഈ ഫംഗ്ഷൻ കീസ് യൂസ് ചെയ്യപ്പെടുക. നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ലല്ലേ ഫംഗ്ഷൻ കീ. ദെൻ മോഡിഫയർ കീസ്. അതേതൊക്കെയാണ് മോഡിഫയർ കീസ്? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഷിഫ്റ്റ്, ഇപ്പം നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് വെച്ചിട്ട് ആ ഒരു കീ ഞെക്കിയാൽ ക്യാപിറ്റൽ ലെറ്ററിൽ വരും, അല്ലെ? ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ആ കീ ഞെക്കിയാൽ സ്മോൾ ലെറ്ററിൽ വരും. അപ്പോൾ അതൊക്കെയാണ് ഷിഫ്റ്റിന്റെ ഉപയോഗം. അതുപോലെ കൺട്രോൾ സെലക്ട് ചെയ്യാം, കൺട്രോൾ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഓൾട്ട് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്.
പറയുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് മോഡിഫയർ കീസ് എന്ന് പറയുക. ദീസ് കീസ് ഇൻക്രീസ് കമാൻഡ് ചോയ്സസ് by changing how other keys behave when tapped in combination. അപ്പൊ അതാണ് നമ്മളിപ്പോ ഇപ്പൊ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും കൂടെ അടുക്കി വെക്കേണ്ടി വന്നാൽ കീബോർഡ് എത്ര വലിപ്പം വേണ്ടി വന്നേന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ ആവശ്യമില്ല അല്ലേ. നമ്മൾ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ആ ലെറ്റർ ഞെക്കിയാൽ അവിടെ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെയാണ് ഈ മോഡിഫയർ കീസിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. നാലാമത്തെ കമ്പോണന്റ് ആണ് ന്യൂമറിക് കീപാഡ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു റൈറ്റിൽ ഒരു സെറ്റ് ഓഫ് കീപാഡുകൾ ഉണ്ടല്ലോ, നമ്പേഴ്സ് മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്ന കീപാഡ്. അത് എല്ലാ കീബോർഡുകളിലും ഉണ്ടാവണം നിർബന്ധമില്ല. ചെറിയ കീബോർഡുകൾ അതില്ല. പക്ഷേ വലിയ കീബോർഡുകളിലൊക്കെ an additional set of keys for entering numbers that resembles a calculator and is usually located on the right. Then special keys. ഏതൊക്കെയാണ് സ്പെഷ്യൽ കീസ്? ഏതൊക്കെയാണ്? Keys have particular purposes for navigation, ടെക്സ്റ്റ് എഡിറ്റിംഗ് ആൻഡ് സിസ്റ്റം കൺട്രോൾ. അപ്പൊ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും നാവിഗേഷന് വേണ്ടിയിട്ടൊക്കെ ഏതൊക്കെയാണത്? എൻ്റർ, ബാക്ക് സ്പേസ്, ടാബ്. എൻ്റർ അടിച്ചാൽ എന്ത് സംഭവിക്കും? തൊട്ടടുത്ത നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ലൈനിലേക്ക് പോകും. അല്ല മറ്റേതെങ്കിലും നമ്മൾ ഇന്റർനെറ്റിലൊക്കെ തിരയുകയാണ്, എൻ്റർ അടിച്ചാൽ അതൊരു സെർച്ച് ബട്ടൺ പോലെ ആക്ട് ചെയ്യും, ഒരു കമാൻഡ് പോലെ ആക്ട് ചെയ്യും. ബാക്ക് സ്പേസ് അടിച്ചാൽ എന്ത് ചെയ്യും? ബാക്കിലേക്ക് ഡിലീറ്റ് ചെയ്യപ്പെടും അല്ലെ. ടാബ് അടിച്ചാൽ എന്ത് ചെയ്യും? കുറെ ഒരു പർട്ടിക്കുലർ സ്പേസ് മുന്നോട്ട് കഴ്സർ നീങ്ങും. അപ്പൊ അതൊക്കെയാണ് അതാണ് സ്പെഷ്യൽ കീസ് എന്ന് പറയുന്നത്. ആരോ കീസ് അതാണ് അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്. അത് നാലുമാണ് ആരോ കീസ് എന്ന് പറയുന്നത്. അത് ഡോക്യുമെന്റ്സിൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PDF ഒക്കെ ഓണാക്കി ആരോ കീസ് നീക്കി കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് അത് നീങ്ങും. എസ്കേപ്പ് കീ എന്താണ്? എസ്കേപ്പ് ചെയ്യുക അല്ലെ, രക്ഷപ്പെടാൻ. പല സാഹചര്യങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാൻ എസ്കേപ്പ് കീ നമ്മളെ അനുവദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ട് അല്ലെ. ഇറ്റ് ഈസ് യൂസ് ടു റിവേഴ്സ് എ കമാൻഡ് ആൻഡ് ഗോ ബാക്ക് ഇൻ ടൈം. അപ്പൊ അതാണ് എസ്കേപ്പ് കീ. ദെൻ പല തരത്തിലുള്ള കീ. അപ്പൊ ഇതാണ് കീ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 7 സെറ്റുകളാണ്. അപ്പോൾ ഇതങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യമോ എങ്ങനെ ചോദിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷെ നമ്മളൊരു കീബോർഡിനെ പറ്റി പറയുമ്പോൾ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ദെൻ ടൈപ്സ് ഓഫ് കീബോർഡ്സ്. കീബോർഡുകളുടെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഗെയിമിംഗ് കീബോർഡ്. ഗെയിമിംഗ് കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പെർഫോമൻസ് വേണം. അപ്പൊ അതിന്റെ പ്രത്യേകത ഏതാ? ഡിസൈൻഡ് വിത്ത് ഗെയിമേഴ്സ് ഇൻ കൺസിഡറേഷൻ. ദീസ് കീബോർഡ്സ് ഫ്രീക്വൻലി ഹാവ് എക്സ്ട്രാ മാക്രോ കീസ്, ബാക്ക് ലൈറ്റിംഗ് ആൻഡ് കോൺഫിഗറബിൾ കീ. അപ്പോൾ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റിയ രീതിയിൽ കീസ് ഒക്കെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അതേപോലെ കുറച്ചും കൂടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതിയിലാകും അതിലെ കീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ബാക്ക് ലൈറ്റ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. മെക്കാനിക്കൽ കീബോർഡ്സ് അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കീബോർഡുകളാണ്. കീബോർഡ് ഈ പറഞ്ഞ മെക്കാനിക്കൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ അടിയിൽ ഓരോ മെക്കാനിസം ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ യൂഷ്വൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ അടിയിൽ ജസ്റ്റ് ഇലക്ട്രോണിക് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ മെക്കാനിക്കൽ കീബോർഡുകളുടെ അടിയിൽ ഈച്ച് കീ ഹാസ് എ സെപ്പറേറ്റ് സ്പ്രിംഗ് ലോഡഡ് മെക്കാനിക്കൽ സ്വിച്ച്. അതാണ് നമ്മളിപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആ ഒരു കീ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഞെക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സെൻസേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു മെക്കാനിക്കൽ കീബോർഡ് യൂസ് ചെയ്യുന്നത്. വിച്ച് രജിസ്റ്റേഴ്സ് എ കീ സ്ട്രോക്ക് വെൻ പ്രസ്ഡ്. ഇൻ കോൺട്രാസ്റ്റ് മെംബ്രെയിൻ കീബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെംബ്രെയിൻ കീബോർഡ് ആണ് യൂഷ്വലി ഉള്ളത്. മെംബ്രെയിൻ കീബോർഡ്സ് യൂസ് എ റബ്ബർ ഡോം ടു പുഷ് ഓൺ എ സർക്യൂട്ട് ലെയർ അണ്ടർ ഇറ്റ്. അപ്പോൾ നമ്മുടെ കീയുടെ അടിയിൽ ഒരു റബ്ബർ ഡോം ഉണ്ട്. അതിന്റെ അടിയിലുള്ള ഒരു സർക്യൂട്ടിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ആ കീ സ്ട്രോക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് മെക്കാനിക്കൽ കീ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ മെക്കാനിക്കൽ സ്വിച്ച് അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മെംബ്രെയിൻ കീബോർഡ് അതാണ് നേരത്തെ പറഞ്ഞത്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് എ പ്രഷർ പാഡ് അല്ലെങ്കിൽ റബ്ബർ ഡോം ഈസ് യൂസ്ഡ് അണ്ടർ ദ കീസ് ഓൺ മെംബ്രെയിൻ കീബോർഡ്സ്. ദ പ്രഷർ പാഡ് കംപ്ലീറ്റ്സ് എ സർക്യൂട്ട് when a key is pressed indicating the key press. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ലെറ്റർ എൽ എന്ന് പറഞ്ഞ ലെറ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രഷർ പാഡ് താഴെ വന്നിട്ട് ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് എല്ല് ഞെക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ല് പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. ദെൻ എർഗോണോമിക് കീബോർഡ്സ്. എന്താണ് എർഗോണോമിക് കീബോർഡ്സ്? ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ടയർഡ്നെസ് ഫ്രം ലോങ് അവേഴ്സ് ഓഫ് യൂസ്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടയർഡ്നെസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എർഗോണോമിക് കീബോർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു എൻകറേജ് എ മോർ ഓർഗാനിക് ഹാൻഡ് ആൻഡ് റിസ്റ്റ് പൊസിഷൻ ആൻഡ് പോസിബിളി ലോവർ ദ പോസിബിലിറ്റി ഓഫ് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ്. They frequently include a split or curved shape. ഒന്നുകിൽ curved ഷേപ്പിൽ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഷേപ്പിലൊക്കെ ആയിരിക്കും ഈ എർഗോണോമിക് കീബോർഡ്സ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് നേരം ഉപയോഗിക്കേണ്ട കീബോർഡുകളൊക്കെ ആണെങ്കിൽ എർഗോണോമിക് കീബോർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്പുകൾ. ദെൻ വിർച്വൽ കീബോർഡ്. എന്താണ് വെർച്വൽ കീബോർഡ്? എന്താണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ബാങ്കിന്റെ ഒക്കെ വെബ്സൈറ്റിൽ ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുക്കാൻ നേരം അവർ പറയും വെർച്വൽ കീബോർഡ് വേണമെന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താ? സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന കീബോർഡ് അതിൽ നമ്മൾ മൗസ് പോയിന്റർ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്റർ അവിടെ പതിഞ്ഞോളും. അതിനെയാണ് വെർച്വൽ കീബോർഡ് എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ കീബോർഡ് എന്ന് പറഞ്ഞാൽ ഈ വെർച്വൽ കീബോർഡ് തന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, വെർച്വൽ കീബോർഡ് തന്നെ മറ്റെവിടെയെങ്കിലും ഒക്കെ പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ എന്നിട്ട് അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ലോക്ക് തുറക്കാനൊക്കെ പറ്റുമെങ്കിൽ അതിനെയാണ് പ്രൊജക്ഷൻ കീബോർഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്
നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ കീബോർഡ് ഈ ഒരു ഭിത്തിയിൽ നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഭിത്തിയിൽ ഇങ്ങനെ ഒരു പാസ്വേഡ് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആ പ്രൊജക്ട് ചെയ്ത കീബോർഡിനനുസരിച്ച് നമ്മൾ പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ എന്താണോ നമുക്ക് ഓപ്പൺ ആവേണ്ടത് അത് ഓപ്പൺ ആയി വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പ്രൊജക്ഷൻ കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് കീബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിൾ കീബോർഡ് എന്ന് പറയുന്നത്. മടക്കാനും നൂക്കാനും ഒക്കെ പറ്റും. ആസ് ദേ ആർ കമ്പോസ്ഡ് ഓഫ് ഫ്ലെക്സിബിൾ മെറ്റീരിയൽസ്, ഫ്ലെക്സിബിൾ കീബോർഡ്സ് ക്യാൻ ബി ഫോൾഡഡ് ഓർ റാപ്ഡ് ഫോർ കൺവീനിയന്റ് പോർട്ടബിലിറ്റി. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ കീബോർഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ആവശ്യമെങ്കിൽ നിങ്ങൾ ഇവിടെ വാങ്ങിച്ചു നോക്കുക, നല്ല രസമായിരിക്കും അല്ലെ ഈ ഫ്ലെക്സിബിൾ കീബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് കീബോർഡ്സ്. അങ്ങനെ കീബോർഡുകളുടെ ടൈപ്പ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ സ്റ്റിൽ ഇങ്ങനെയുള്ള കീബോർഡുകളുണ്ട്, ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഗതി കീബോർഡ് ഷോർട്ട് കട്ട്സ്. കീബോർഡ് ഷോർട്ട് കട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കീബോർഡിലെ ഷോർട്ട് കട്ടുകൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് റിവൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ഇതിലെ ചില ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടുകളൊക്കെ തന്നെയാണ്. ഓൾട്ട് എഫ്, ആദ്യത്തത് ഓൾട്ട് എഫ്. എന്താണ് ഓൾട്ട് എഫ്? ഓൾട്ടും എഫും കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ത് സംഭവിക്കും? ഫയൽ മെനു ഓപ്ഷൻസിന്റെ കറന്റ് പ്രോഗ്രാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വേർഡ് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേർഡ് തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ വേർഡിലെ ഓൾട്ട് എഫ്, വേർഡ് തുറന്നു വെച്ചിട്ട് ഓൾട്ട് എഫ് നിൽക്കി കഴിഞ്ഞാൽ ആ ഒരു വേർഡിലെ ഫയൽ എന്നുള്ള ഓപ്ഷൻ തുറന്ന് താഴേക്ക് വരും എന്നുള്ളതാണ്. ഓൾട്ട് ഇ, ഓൾട്ട് ഇ എന്താണ്? എഡിറ്റ് ഓപ്ഷൻ. ഇപ്പൊ വേർഡിൽ വെച്ചിട്ട് ഓൾട്ട് ഇ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ഓപ്ഷൻ തുറന്നു വരും എന്നുള്ളതാണ്. F1 മാത്രം ഞെക്കിയാൽ എന്ത് സംഭവിക്കും? അത് ഹെൽപ്പ് ബട്ടൺ ആണ്. ഹെൽപ്പ്, ഏത് പ്രോഗ്രാം ഞെക്കിയ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും F1 ഞെക്കിയാൽ ഹെൽപ്പ് എന്നുള്ള വിൻഡോ അവിടെ തെളിഞ്ഞു വരും എന്നുള്ളത് മനസ്സിലാക്കുക. കൺട്രോൾ എ എന്താണ്? നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. കൺട്രോൾ എ അടിച്ചാൽ ടെക്സ്റ്റ് എല്ലാം കോപ്പി ചെയ്യും. സെലക്ട് ഓൾ ടെക്സ്റ്റ്, കോപ്പി അല്ല സെലക്ട് ചെയ്യും. ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്യും. പറഞ്ഞു തിരിഞ്ഞാണ്, ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്യും. കൺട്രോൾ എ. കൺട്രോൾ എക്സ് എന്താണ്? നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഷോർട്ട് കട്ടാണല്ലേ. കൺട്രോൾ എക്സ് കട്ട് ചെയ്തെടുക്കുക. അത് കൺട്രോൾ എക്സ് എന്ന് പറയുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നവിടെ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ കട്ട് ദ സെലക്ടഡ് ഐറ്റം. കൺട്രോൾ ഡിലീറ്റ് അതെന്താണ്? അതും കട്ട് ദ സെലക്ടഡ് ഐറ്റം തന്നെയാണ്. ദെൻ കൺട്രോൾ സി, കൺട്രോൾ സി അടിച്ചാൽ എന്ത് സംഭവിക്കും? കോപ്പി ആവും. കട്ടാവത്തില്ല. കട്ടെന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കട്ടെന്ന് പറയുക. പക്ഷേ കോപ്പി എന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ആവത്തില്ല, അവിടുന്ന് നമുക്ക് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെ പേസ്റ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് എന്താ? കൺട്രോൾ വി, കൺട്രോൾ വി. അപ്പൊ കൺട്രോൾ എക്സും കൺട്രോൾ വി ഒക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. കൺട്രോൾ സിയും കൺട്രോൾ, അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, അത് ഉപയോഗിക്കണം കേട്ടോ. വളരെ ഉപകാരപ്രദമായ രണ്ട് ഷോർട്ട് കട്ടുകളാണ് കൺട്രോൾ എക്സും കൺട്രോൾ വിയും, അതുപോലെ തന്നെ കൺട്രോൾ സിയും കൺട്രോൾ വിയും ഒക്കെ. ഇങ്ങനെ രണ്ട് വിരലുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വെറുതെ മൗസ് പോയിന്റർ ഉപയോഗിക്കണ്ട. ദെൻ കൺട്രോൾ ഇൻസേർട്ട്, അതും സെലക്ടഡ് ഐറ്റം കോപ്പി ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. അപ്പൊ അത് പ്രത്യേകം, ഇത് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. കൺട്രോൾ പ്ലസ് ഇൻസേർട്ട് എന്ന് പറഞ്ഞ കീ ഞെക്കി കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ആവും. അതേപോലെ ഷിഫ്റ്റ് ഇൻസേർട്ട് നടത്തുകയാണെങ്കിൽ അത് പേസ്റ്റ് ആവും. സാധാരണ കൺട്രോൾ സിയും കൺട്രോൾ വി ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിന് പകരം കൺട്രോൾ ഇൻസേർട്ടും ഷിഫ്റ്റ് ഇൻസേർട്ടും ചെയ്താൽ കോപ്പിയും സെലക്റ്റും അവിടെ പേസ്റ്റും അവിടെ ആവും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഹോം ബട്ടൺ ഒക്കെ എന്ത് സംഭവിക്കും? ടേക്സ് ദ യൂസർ ടു ദ സ്റ്റാർട്ട് ഓഫ് ദ കറന്റ് ലൈൻ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ലൈനിൽ നിർത്തിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ യൂസറിന്റെ സ്റ്റാർട്ട് ബട്ടണിലേക്ക്, അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് പോകും. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഹോം ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ വിൻഡോസിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആ ഒരു സെർച്ച് ബാറിലെ അത് ഓപ്പൺ ആയി വരും. കൺട്രോൾ ഹോം അടിച്ചാൽ എന്ത് സംഭവിക്കും? ഗോ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ്. അപ്പോൾ PDF ഒക്കെ തുറന്നു വെച്ചിട്ട് കൺട്രോൾ ഹോം അടിച്ചു കഴിഞ്ഞാൽ ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. എൻഡ് അടിച്ചാൽ എന്ത് സംഭവിക്കും? ഈ കറന്റ് ലൈനിന്റെ ആ ലൈനിന്റെ എൻഡിലേക്ക് പോകും. കൺട്രോൾ എൻഡ് അടിച്ചാൽ എന്ത് സംഭവിക്കും? ഡോക്യുമെന്റിന്റെ എൻഡിലേക്ക്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. വെറുതെ ഹോം അടിച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ, നമ്മളിപ്പോ ഏത് ലൈനിലാണോ നിൽക്കുന്നത് അതിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. കൺട്രോൾ ഹോം അടിച്ചാൽ ആ ഡോക്യുമെന്റിന്റെ തന്നെ ബിഗിനിങ്ങിലേക്ക് പോകും. എൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ലൈനിന്റെ എൻഡിലേക്ക് പോകും, കഴ്സർ പോകും. ഇനി കൺട്രോൾ എൻഡ് അടിച്ചാൽ ആ ഡോക്യുമെന്റിന്റെ തന്നെ, ഇപ്പൊ ഒരു 10 പേജുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ ആ 10ാമത്തെ പേജിലേക്ക് വന്ന് നിൽക്കും എന്നുള്ളതാണ്. ഷിഫ്റ്റ് ഹോം അടിച്ചാൽ എന്ത് സംഭവിക്കും? ഹൈലൈറ്റ് ഫ്രം ദ പ്രിവെയിലിംഗ് പൊസിഷൻ ടു ദ സ്റ്റാർട്ട് ഓഫ് ദ ലൈൻ. അപ്പോൾ ആ ലൈനിന്റെ അവിടെ നമ്മളിപ്പോൾ എവിടെയാണോ കഴ്സർ വെച്ചിരിക്കുന്നത് അവിടെ മുതൽ ഈ ലൈൻ തുടങ്ങിയ സ്ഥലം വരെയുള്ള സ്ഥലം സെലക്റ്റഡ് ആവും. അതാണ് ഷിഫ്റ്റ് ഹോം എന്ന് പറയുന്നത്. ഷിഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ തൊട്ട് ലൈനിന്റെ എൻഡ് വരെ സെലക്റ്റഡ് ആവും. അതാണ് ഷിഫ്റ്റ് എൻഡ് എന്നുള്ള കീ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ദെൻ കൺട്രോൾ അടിച്ചിട്ട് ലെഫ്റ്റ് ആരോ നിൽക്കിയാൽ എന്ത് സംഭവിക്കും? മൂവ് 1 ടൈം ടു ദ ലെഫ്റ്റ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു ടൈം ലെഫ്റ്റിലേക്ക് മാറും എന്നുള്ളതാണ്. കൺട്രോൾ അടിച്ചിട്ട് റൈറ്റിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ മൂവ് 1 ടൈം ടു ദ റൈറ്റ് അറ്റ് ദ ടൈം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കുറേ ഷോർട്ട് കട്ടുകൾ നമ്മൾ പറഞ്ഞു. ഇത് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെ നടക്കുന്നുണ്ടോ, ഇതൊക്കെ ഉള്ളതാണോ എന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇത് ഓർത്തിരിക്കുകയും ചെയ്യും. ഇതാണ് പ്രധാനമായിട്ട് കീബോർഡിലുള്ള കുറച്ച് ഷോർട്ട് കട്ടുകൾ. ഇനി വിൻഡോസിൽ മാത്രം വർക്കാവുന്ന ചില ഷോർട്ട് കട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണ്? അത് കീബോർഡ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ വിൻഡോസിലാണ് വർക്കാവുക. ലിനക്സ് ആണ് ചിലപ്പോൾ വർക്കായി കൊള്ളണമെന്നില്ല. ഓൾട്ട് ടാബ് അടിച്ചാൽ ഇറ്റ് സ്വിച്ചസ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ്, അതായത് പല ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യും. അതാണ് ഈ പറഞ്ഞ ഓൾട്ട് ടാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾട്ടിന്റെ കൂടെ ടാബിന്റെ കൂടെ ഷിഫ്റ്റും കൂടെ ഞെക്കിയാൽ എന്ത് സംഭവിക്കും? സ്വിച്ച് ബാക്ക്വേർഡ്സ് ബിറ്റ്വീൻ ഓപ്പൺ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പല ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് സ്വിച്ച് ചെയ്യും എന്നുള്ളതാണ് ഓൾട്ട് ഷിഫ്റ്റ് ടാബ്. ഓൾട്ട് പ്രിന്റ് സ്ക്രീൻ അടിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു സ്ക്രീൻഷോട്ട്, ഒരു നിലവിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അവിടെ തെളിഞ്ഞു വരും, ഓൾട്ട് പ്രിന്റ് സ്ക്രീൻ ആണെങ്കിൽ. കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് അടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒന്നുകിൽ അതെപ്പോഴും ചെയ്യാറുണ്ടല്ലേ, കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട്, നേരത്തെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. റീബൂട്ട് അല്ലെങ്കിൽ വിൻഡോസ് ടാസ്ക് മാനേജറിലേക്ക് പോകും, ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആവും. കൺട്രോൾ എസ്കേപ്പ് അടിച്ചാൽ എന്ത് സംഭവിക്കും? സ്റ്റാർട്ട് മെനു, അവിടെ വിൻഡോസിൽ സ്റ്റാർട്ട് മെനു തുറന്നു വരും. ഓൾട്ട് എസ്കേപ്പ് അടിച്ചാൽ എന്ത് സംഭവിക്കും? സ്വിച്ച് ബിറ്റ്വീൻ ദ ആപ്ലിക്കേഷൻസ് ഓൺ ദ ടാസ്ക് ബാർ. നമ്മുടെ ടാസ്ക് ബാറിലുള്ള ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. ഓൾട്ട് എസ്കേപ്പ് അടിച്ചാൽ. F2 അടിച്ചാൽ സെലക്ടഡ് ഐക്കണെ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. നമ്മളൊരു ഐക്കണിന്റെ മേളിൽ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്തിട്ട് F2 അടിച്ചാൽ അവിടെ റീനെയിം ചെയ്യാൻ സാധിക്കും. F3 അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു ഫൈൻഡ് ഫ്രം ദ ഡെസ്ക്ടോപ്പ്. അപ്പോൾ ഡെസ്ക്ടോപ്പിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ഫൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ, സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ F3 അടിച്ചിട്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് നോക്കാം. F4 അടിച്ചാൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ദ ഡ്രൈവ് സെലക്ഷൻ വെൻ ബ്രൗസിങ്ങിന്റെ സമയത്ത് ഡ്രൈവ് സെലക്ട് ചെയ്യാൻ പറ്റും. F4 അടിച്ചു കഴിഞ്ഞാൽ. F5 റിഫ്രഷ് ആണല്ലേ, എപ്പോഴും റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് F5 ഞെക്കിയാൽ മതി. ഓൾട്ട് പ്ലസ് F4 ഞെക്കിയാൽ എന്ത് സംഭവിക്കും? നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള പ്രോഗ്രാം ക്ലോസ്ഡ് ആവും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ഓൾട്ട് പ്ലസ് F4 അടിക്കുക. കൺട്രോൾ പ്ലസ് F4 അടിച്ചാൽ എന്ത് സംഭവിക്കും? ക്ലോസ് വിൻഡോ ഇൻ ദ പ്രോഗ്രാം. നമ്മളിപ്പോൾ ഒരു അക്രോബാറ്റ് റീഡർ തുറന്നു വെച്ചിട്ട് 3-4 ഫയലുകൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് F4 അടിച്ചാൽ ആ കറണ്ട് PDF ക്ലോസ് ആവും എന്നുള്ളതാണ്. കൺട്രോളിന്റെ കൂടെ പ്ലസ് കീ ഞെക്കിയാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി സെറ്റ് ബിറ്റ്സ് ഓഫ് ഓൾ കോളംസ് ഇൻ വിൻഡോസ് എക്സ്പ്ലോറർ. അപ്പോൾ വിൻഡോസ് എക്സ്പ്ലോററിൽ ഉപയോഗിക്കുമ്പോഴാണ് കൺട്രോൾ പ്ലസ് കീ കൊണ്ടുള്ള ഉപയോഗം വരുന്നത്. അത് വിഡ്ത്ത് എല്ലാം സെയിം ആക്കാൻ വേണ്ടി. ഓൾട്ട് പ്ലസ് എൻ്റർ അടിച്ചാൽ എന്ത് സംഭവിക്കും? ഓപ്പൺ പ്രോപ്പർട്ടീസ് വിൻഡോ ഓഫ് സെലക്ടഡ് ഐക്കൺ ഓർ പ്രോഗ്രാം. അപ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള ഐക്കണിന്റെ പ്രോപ്പർട്ടീസ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. പ്രോപ്പർട്ടീസ് എന്നുള്ള ആ ഒരു വിൻഡോ ഓപ്പൺ ആക്കാനായിട്ട് ഓൾട്ട് പ്ലസ് എൻ്റർ അടിച്ചാൽ മതിയാകും. ഷിഫ്റ്റ് പ്ലസ് F10 അടിച്ചാൽ എന്ത് സംഭവിക്കും? സിമുലേറ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ സെലക്ടഡ് ഐറ്റം. അപ്പോൾ ആ പറഞ്ഞ റൈറ്റ് ക്ലിക്ക് എന്നുള്ള അത് ആക്റ്റീവായി മാറും ഷിഫ്റ്റ് പ്ലസ് F10 അടിച്ചു കഴിഞ്ഞാൽ. ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് അടിച്ചാലോ? ഡിലീറ്റ് പ്രോഗ്രാംസ് ഫയൽസ് പെർമനന്റ്ലി, അതായത് റീസൈക്കിൾ ബിന്നിലേക്ക് പോകാതെ ഡയറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് അടിച്ചാൽ മതി. വെറും ഡിലീറ്റ് അല്ല, ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഷോർട്ട് കട്ടുകളാണ് പ്രധാനമായിട്ടും നമ്മൾ വിൻഡോസിലേക്കും അതുപോലെ തന്നെ കീബോർഡിലേക്കും ഒക്കെ ഉള്ളത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, നിങ്ങളിത് റിവൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഷോർട്ട് കട്ടുകളിൽ ഏതെങ്കിലുമൊക്കെ 1-2 എണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് പുറമെ MS വേർഡിലും അതുപോലെ തന്നെ പവർ പോയിന്റിലും എക്സലിലുമുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ നോട്ടുകളിലൂടെ കണ്ടിട്ടുണ്ടാവും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി വെക്കുക. അതിന് പുറമെ ഈ ഷോർട്ട് കട്ടുകളും അറിഞ്ഞിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. Thank you.